പുനർനിർമ്മാണം നടത്തുന്ന വേലൂർ കിടായിപ്പാടം മിനി ഡാമിന്റെ സംരക്ഷണ ബണ്ടുകൾ മഴയിൽ തകർന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് മഴ തുടങ്ങുമ്പോഴേക്കും ബണ്ടുകൾ തകർന്നു വീഴാൻ ഇടയാക്കിയതെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. വേലൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് കിടായിച്ചിറ. 4 ഏക്കറോളം വിസ്തൃതിയുള്ള തടാകത്തിന്റെ പുനർനിർമ്മാണം നടക്കുന്നത് 3 കോടി രൂപ ചെലവഴിച്ചാണ്. നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഒരു വശത്തെ സംരക്ഷണ ബണ്ട് തകർന്നത്. മണ്ണ് തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി കെട്ടിയിരുന്ന കോൺക്രീറ്റ് ഭിത്തി ഏകദേശം 100 മീറ്റർ നീളത്തിൽ വിണ്ടുപൊട്ടി തകർന്നു വീഴുകയായിരുന്നു. മറുവശത്തെ കെട്ടും ഏത് നിമിഷവും തകരാവുന്ന അവസ്ഥയിലാണ്. തകർന്ന ഭാഗത്തെ മണ്ണ് ചിറയിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയുമാണ് മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ബണ്ട് തകരാൻ ഇടയാക്കിയതെന്ന് കോൺഗ്രസ് വേലൂർ മണ്ഡലം പ്രസിഡന്റ് ഫ്രെഡി ജോൺ, പഞ്ചായത്ത് മെമ്പർ നിതീഷ് ചന്ദ്രൻ വട്ടംപറമ്പിൽ എന്നിവർ പറഞ്ഞു. 3 പ്രാവശ്യം ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ്. 3 പ്രാവശ്യം ഉദ്ഘാടനം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു പണി ഇവിടെ മര്യാദയ്ക്ക് നടന്നിട്ടില്ല. മഴ തുടങ്ങിയുള്ളൂ, അപ്പോഴേക്കും ഇത് ഇടിയാൻ തുടങ്ങി. ഒരു സൈഡൊന്നുമല്ല, 100 മീറ്ററോളാണ് ഇടിഞ്ഞിരിക്കുന്നത്. വേലൂർ ഗ്രാമപഞ്ചായത്ത് വളരെയധികം കൊട്ടിഘോഷിച്ച് നടത്തിയ ഒരു പദ്ധതിയാണ് ഈ കിടായിച്ചിറ പദ്ധതി പുനരുദ്ധാരണം. അത് ഒരു മഴയ്ക്ക് തകർന്നെങ്കിൽ ഇനി അടുത്ത ഈ മഴക്കാലം കഴിയുമ്പോൾ ഈ ചിറ തന്നെ ഇവിടെ ഉണ്ടാവുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇവിടുത്തെ പ്രദേശവാസികളും വളരെ ഉത്കണ്ഠയിലാണ്. കാരണം അവരുടെ കയ്യിൽ നിന്നൊക്കെ സ്ഥലം ഏറ്റെടുക്കുകയും ഈ വെള്ളം വന്ന് തള്ളി അവരുടെ വീടുകളിലേക്കൊക്കെ എത്താൻ സാധ്യതകളാണ്. ഇത് എത്രത്തോളം ഉറപ്പിൽ നിൽക്കുന്നുള്ളത് ആർക്കും അറിയാൻ പറ്റില്ല. ഇതിനിട്ടിരിക്കുന്ന കമ്പി പോലും ഇടാതെയാണ് ഇത് പണിതിരിക്കുന്നത്. ഇതിൻ്റെ അടി ബലപ്പെടുത്തിയിട്ടില്ല. ഇതിൻ്റെ ശാസ്ത്രീയമായ രീതിയിലൊരു വർക്ക് ഇവിടെ നടത്തിയിട്ടില്ല. എന്തോ കുറച്ച് ഫണ്ട് അത് അവരുടെ പോക്കറ്റിലേക്ക് എത്താൻ വേണ്ടി ചെയ്തിട്ടുള്ള പണിയാണ്. ശാസ്ത്രീയമായ രീതിയിലല്ല നിർമ്മാണം എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പദ്ധതിയുടെ നിർമ്മാണം പാതിയാകുമ്പോഴേക്കും 1.5 കോടി രൂപ കരാറുകാരൻ കൈപ്പറ്റിയെന്നും നിർമ്മാണത്തിലെ അപാകതകൾക്കും അഴിമതികൾക്കുമെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി.